കർത്താവിനെ പാടി ആരാധിക്കാം. ആരും ആരാധനയിൽ ഉപേക്ഷയായി ഹല്ലേലൂയ അലസ്വരയായി നിൽക്കരുത്. ഏകാഗ്രതയോടെ നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ ഈ ഉയർപ്പിൻ പകൽക്കാലത്തിനായി സ്തോത്രം. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയായി കടന്നു വരുവാൻ ദൈവം ഒരവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്ന കർത്താവിൻ്റെ എല്ലാ കരുണയും കൃപയും ഓർത്ത് സ്തോത്രം. അനേക രാജ്യങ്ങളിൽ കർത്താവെ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിയാതെ ഭയത്തിലും ഭീതിയിലും കർത്താവെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമായിരിക്കുമ്പോൾ ഈ പട്ടണത്തിൽ കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ആരാധനകൾ കൂട്ടായ്മകൾ കർത്താവ് തന്ന് ഞങ്ങളെ ജയസുരമായി നടത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ധരിപ്പാൻ വസ്ത്രം തന്നു, ഞങ്ങൾക്ക് പാർക്കുവാൻ പാർപ്പിടം തന്നു, ഞങ്ങൾക്ക് ജോലിയിൽ കൂടെ ഇരുന്ന് സഹായിച്ചു, ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ രോഗദുഃഖങ്ങൾ ആപത്തുകളെല്ലാം വിടുവിച്ച ദൈവത്തിന് ഇതുപോലെ കാലം ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയാണ് കർത്താവേ. അങ്ങേക്ക് പ്രസാദകരമായ സുഗ്രഹീയമായ ആരാധന കരയേറ്റുവാൻ ഞങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളെ മാറ്റണമേ, ഞങ്ങളുടെ രോഗങ്ങളെ നീക്കുമാറാകണമേ. പ്രതികൂലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഇതുപോലെ കാലം അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തിട്ട് കർത്താവേ. പ്രാർത്ഥനകൾ യാതൊരു കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. Thank you, Jesus. Thank you, Father. Thank you, Lord. Thank you, Jesus. Hallelujah. Hallelujah. താൻ വാഴ്കയാ ആകുലമില്ല നാളെയില്ല ഭീതിയില്ല ഭാവിയല്ല തൻ കൈനോർത്ത ആയത്ര ധന്യമേയിലോ ജീവിതം താൻ വാഴ്കയാ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ജീവിതം ആരാധനല്ല അശ്രണനല്ല ഞാൻ അവകാശിയാണ് ഞാൻ പരദേശിയാണ് അത്യുന്നതൻ അത്യുന്നതൻ താൻ തിരുമാറിൽ Can you say to him, Anadhanalla njan, Ashrananalla njan, Avakashiyanu njan, Paradeshiyanu njan. Atyunnathan, Tan Thirumarvil, Nityavum charidum njanatra. Oh, 'cause he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. My life is worth living. Tan Bardiyar, ചേർന്ന് പാടിക്കാനേ.
എത്ര ധന്യമേ ഈ ലോക ജീവിതം. എത്ര ധന്യമേ ഈ ലോക ജീവിതം. Amen. Hallelujah. Thank you, Jesus. Thank you, Jesus. This song makes more sense these days than ever before. We don't know what is our future. We don't know what's going to happen. Many of our relatives are living in fear. But God says, if you walk with me, നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ ഈ ലോക ജീവിതം ധന്യമാവും. ഈ ലോക ജീവിതത്തിൽ വലിയ പുകഴ്ചകളോ വലിയ കാര്യങ്ങളോ ഇല്ലെങ്കിലും what makes life worthy of living is living with him, walking with him. നമ്മൾ ചില ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ വാഴ്ത്തപ്പെടുത്താം. ഹല്ലേലൂയ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നുമുള്ളതേക്ക്. ആമേൻ. ഹല്ലേലൂയ. ചെങ്കടൽ പിളർന്നു നല്ല തുവർനിലമാക്കി. ആമേൻ. തീക്കൽ പാറയിൽ നിന്ന് അവൻ ഇസ്രായേലിന്, ആമേൻ, നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഉയർത്തിയ ദൈവം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈവം. ഹൗ മെനി ഓഫ് യു ക്യാൻ സേ ദിസ്? ഈ ഓരോ അത്ഭുതങ്ങളും നമ്മൾ പാടുമ്പോൾ നമ്മുടെ ലൈഫിലെ ഓരോ മൈൽ സ്റ്റോൺ നിങ്ങളൊന്ന് എടുത്ത് വെച്ച് പാടിയാൽ മതി. You don't need me or Persis or any other person to lead you into worship. Just look into your life, and then that's more than enough. Shall we sing to him? Hallelujah. Shall we sing to him? Oh, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ, കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തും. ഓ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, സ്തോത്രഗീതം പാടി പുകഴ്ത്തും. ആമേൻ.
അതിശയമേ എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം വേനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകട്ടാം വേനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകട്ടാം സുരലോക സുഖം വെടിഞ്ഞോ നമ്മെ തേടി വന്ന ഇടയേ സുരലോക സുഖം വെടിഞ്ഞു നമ്മെ തേടി വന്ന ഇടയേ തന്റെ ദേഹമെന്ന നിരശീല ചിന്തിക്കവ മോക്ഷമാർഗം തുറന്നു തന്റെ ദേഹമെന്ന നിരശീല ചിന്തിക്കവ മോക്ഷമാർഗം തുറന്നു ഉള്ളവേ സ്തുതിക്കാം നീ പരരെ താൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം വേനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകട്ടാം വേനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകട്ടാം ആത്മാവിനാൽ നിറച്ചു നമ്മെ ആനന്ദമുള്ളിൽ പകർന്നു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാടിച്ചിടും തവ സ്നേഹമാതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാടിച്ചിടും തവ സ്നേഹമാതിശയമേ എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ താൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാമേ നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പോകട്ടാമേ നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പോകട്ടാ പല ശോധനകൾ വരുമ്പോ ഭാരങ്ങൾ തെരുതിടുമ്പോ പല ശോധനകൾ വരുമ്പോ ഭാരങ്ങൾ തെരുതിടുമ്പോ നമ്മെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം വന്നു നമ്മെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ഉള്ളവേ സ്തുതിക്കാം നീ പരനെ താൻ മകൾക്ക് സ്തുതിക്കാം വേനാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകട്ടാം വേനാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകട്ടാം വേനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകട്ടാം വേനാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകട്ടാം യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ട
ചില അസ്ഥികൾ, Lord, in the name of Jesus, Lord, let the dry bones become an army, Lord. Hallelujah. ഇന്ന് പകൽക്കാലം ചില ഉണങ്ങി വറ്റ് കിടക്കുന്ന അവസ്ഥകൾ, യേശുവിന്റെ നാമത്തിൽ let it have a life over it. Hallelujah. Shegele ko roko sherere hamdana sheterere hamdane riko sherere kamaranterere lakiriri shororo leke lamtiriri shororoki hamdine ko ribala kasharadiga lekshere rike riboko lepsito riberi karadala lamtoro shiriri korara laptireri no shororo lepsireri koriji lekuro shirere. Oh, we give you glory, we give you glory and praise. Sherere koriri. Thank you, Jesus. This is my story, and this is my song, praising my Savior all the day long. This is my story, this is my song, praising my Savior all the day long. The writer of the song is Fanny Hosby. She was blind, but yet she could see that one day I'll see my Lord. It was heard that there was a reporter who asked her, don't you want to have visions? She said, no, because the first thing I'm going to see is the face of Christ. Can we have a heart? ദൈവം നമുക്ക് കണ്ണുകളെ തന്നു, കാതുകളെ തന്നു, ചെവികളെ തന്നു. I believe no one of us are differently abled. How can നമ്മൾ ആ ഫാനി ഹോസ്പിയെ പോലെ പ്രൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? Perfect submission, perfect delight. I want to see the visions of rapture now burst on my side. Shall we sing with the real chorus of this? I broke down the tune because I want you to listen to the word. Sometimes we get caught up with the tune. Shall we sing it, verses? Oh, perfect submission, perfect delight, visions of rapture, visions of rapture, angels descending, rain from above. Echoes of mercies, whispers of love. Sing it, church. this is my story, and this is my song, praising my Savior all day long. This is my story,
പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശു എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും There is nothing else. തൻ കുരിശു തൻ കുരിശു Than kurishum. Our Father in heaven, we give you all the glory and honor. ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ പ്രശംസയും നീ മാത്രമാണ് കർത്താവേ. ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ പ്രശംസയും, Lord, anything and everything that we can boast is you and your kingdom, Jesus. Nothing else. Nothing else, Jesus. Nothing else, Lord. Oh, Rebeseko Shelele. Perfect submission, Lord. കർത്താവേ, ഞങ്ങൾ നിന്റെ പാദപീഠത്തിൽ വരുന്നു. As a living sacrifice unto you, Jesus. No matter how loud we sing, നിനക്ക് കർത്താവേ പ്രസാദമാകുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. കർത്താവേ, നിനക്ക് പ്രസാദമാക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. In Jesus' mighty name, the people of God said, Amen. Over to you, Pastor. Hallelujah, hallelujah, hallelujah. Please have your seat, please. Good morning and കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ചപ്പെടുന്നതാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ദയവായി നിങ്ങൾക്ക് മുമ്പോട്ട് കടന്നു വരികയും നിങ്ങൾ പഠിച്ച പാട്ട് പാടുവാൻ മെമ്മറി വേഴ്സ് പാടുന്ന സമയം all the children, would you please come forward? You can sing the song and you can say your memory verse, please. All the children. As the deep panthers for the water, so my soul longs after you. You alone are my heart's desire, and I long to worship you. As the deep panthers for the water, so my soul longs after you. You alone are my heart's desire, and I long to worship you. You alone are my strength, my shield. To you alone make my spirit yield. You alone are my heart's desire, and I long to worship you. Psalms 91 verses 7. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. Amen. The righteous man may have many troubles, but the Lord delivers them from them all. Amen. Remember, Lord, to us. Luke 17:30. Amen. Stotram. Proverbs 17 verse 17. A friend loves a twelve times a brother's compared. Amen. Stotram. Exodus 20 verses 3. You shall have no other gods before me. Amen. Stotram. Whatever you do, be done in love. Corinthians 16 verse 18. Amen. Amen. Hawadena. Amen. 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 Stotram. Psalms chapter 33, verses 1. Rejoice in the Hallelujah. Lord, all you righteous. Praise befits the upright. Prove me, Hallelujah. O Lord, and try me. Test my heart and mind. For your steadfast love is before my eyes, and I walk
in your faithfulness. Psalms chapter 26, verse 2 and 3. ആമേൻ ആമേൻ ആമേൻ. That is what the people the Lord has saved should say. They are the ones who saved from the enemies. He has gathered them from other lands, from east and west and north and south. Psalms 107, verse 2 and 3. ആമേൻ ആമേൻ. The Lord has heard my supplication. The Lord will hear my prayers. Psalms 6, verse 3. Amen. Amen. And I just wanted to say it's my birthday tomorrow, and please pray. ആമേൻ. സ്തോത്രം. The law of wise is a foundation of life to turn one away from the snares of the Psalm Proverbs 13 verse 14. Amen. ആമേൻ. സ്തോത്രം. Isaiah 55:8. For my thoughts are not your thoughts, neither are your ways my ways, says the Lord. ആമേൻ. Fear of the man bringeth a snare, but whoso put the trust in the Lord shall be saved. Proverbs 29:25. ആമേൻ ആമേൻ. സ്തോത്രം. And these things that they have done to you is because they have not known the Father and not known me. John 16, verse 3. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകളെ അടച്ചാട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, നാവുകളെ തുറന്നുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. സ്തോത്രം. ഹാലേലി. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഹാലേലി ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ. രോഗദുഃഖങ്ങൾ ആപത്തിൽ നിന്നെല്ലാം വിടുവിച്ച് സന്തോഷ സമാധാനത്തോടെ ഇതുപോലെ കാലം സഭാരാധനയിൽ കടന്നു വന്ന് അവർ പഠിച്ച മെമ്മറി വേർഡ്സ് പറയുവാൻ കർത്താവർക്ക് ബുദ്ധിയും ജ്ഞാനവും അറിവും കൊടുത്തല്ലോ. ഹാലേലുയ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്കൂളിൽ പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ചല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിച്ചു. ബാലാഴ്ച എല്ലാം വിടുവിച്ച് ഹാലേലി സന്തോഷവും സമാധാനവും കുഞ്ഞുങ്ങൾ കൊടുത്ത് നടത്തി ദൈവത്തിന് എല്ലാ വിശ്വസ്തയും ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ പല പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങൾ കേരളത്തിൽ ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠനത്തിലും ജോലിയിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെല്ലാം ആയിരിക്കുന്ന കർത്താവ് സൂക്ഷിക്കേണ്ടനായി എല്ലാവരും പ്രാർത്ഥിക്കാം. ഹാലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ തന്നെ വളർന്നുവെന്ന് ദൈവരാജ്യത്തിന് ദൈവസഭയ്ക്ക് എല്ലാം അനുഗ്രഹമായി തീരുവാൻ മാതാപിതാക്കളെ അനുസരിച്ച് വളരുന്ന കുഞ്ഞുങ്ങളായി മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയോടെ ജീവിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് സഹായിക്കേണ്ടതിനായി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഷിൽവി സിസ്റ്റർ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഷിൽവി സിസ്റ്റർ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേൻ. സ്തോത്രം. കർത്താവേ ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ആമേൻ. സ്തോത്രം. അവർക്ക് ദൈവത്തിന്റെ മക്കളായി ഹല്ലേലൂയ. നിൽക്കാൻ സ്തോത്രം. വളർച്ചയിലും പഠനത്തിലും ഒക്കെ അവരെ സഹായിക്കണം. കർത്താവേ ഞങ്ങളെ എത്രത്തോളം സഹായിച്ചതിനായി ഞങ്ങളെ ഓരോരുത്തരുടെ ഞങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവേ സ്തോത്രം. അവിടെ നിറഞ്ഞിരിക്കുന്ന ദൈവമാകെ നന്ദിയോടെ ആമേൻ ആമേൻ. ഞങ്ങളുടെ ശുശ്രൂഷയിലൊക്കെ അവിടെ സഹായിക്കണം. കർത്താവേ അല്ല ഞാൻ സാഹചര്യം ശേഷിപ്പിച്ചുമാറാകണം. ആമേൻ. സ്തോത്രം സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാം നിങ്ങളുടെ സ്വീറ്റുകളിൽ പോയിരുന്നാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഗുഡ് മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തുപെടുമാറാകട്ടെ. ഈ മാസത്തിൻ്റെ ഒരു ഞായറാഴ്ച ദിവസം കൂടെ നമുക്ക് ഒരുമിച്ച് സഭയായി ഈ പട്ടണത്തിൽ കടന്നു വന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. സ്തോത്രം. ഇസ്രായേലിൻ്റെ സമാധാനത്തിനായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ അമേരിക്കൻ യുദ്ധത്തിൻ്റെ അകത്ത് ഭാഗവാക്കാകായിട്ടുണ്ട്. ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്നും ഹാലിലെ പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ രാജ്യത്ത് വളരെ സുരക്ഷിതമായിത്തോളമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. വീണ്ടും നമ്മളായിരുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് നമ്മെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഇന്ന് പകലിലും കർത്താവ് ഹാലെ നമുക്ക് നല്ലവനും വലവനുമായിരുന്നു. ഹാലെ നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല നാവ് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ, ഹാലെ നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്ത കർത്താവിൻ്റെ എല്ലാ കരുണയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ മീറ്റിങ്ങുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഒരുപ്പാൻ കർത്താവ് കൃപ തന്നു. ആലിത്തത്തോളം കർത്താവ് നമ്മെ സഭയായി പട്ടണത്തിൽ പരിപാലിച്ചല്ലോ. ഇന്നത്തെ ആരാധനയിൽ പ്രിയ ചില നാളുകൾക്ക് ശേഷം പ്രിയ നമ്മുടെ മെൽവിൻ അല്ലെങ്കിൽ ചില മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം വന്നതാണ്. ഈ വർഷത്തിൻ്റെ ഈ മാർച്ച് മാസത്തിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് നമുക്കൊരുമിച്ച് ആയിരിക്കാൻ കർത്താവ് കൃപ തന്നല്ലോ. പ്രിയ മെൽവിനെ പഠനത്തിൽ കർത്താവ് സഹായിച്ചു. നല്ല വിജയം പ്രിയ മെൽവിന് കൊടുത്തു എന്ന് തന്നെ ഇടയ്ക്ക് വിളിച്ചു പറയുവാനിടയായിത്തീർന്നു. കുറച്ച് ദൂരത്തിൽ താമസിക്കുന്നത് കൊണ്ട് വാറ്റ്ഫോർഡിൽ കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. എന്നാലും ഇന്ന് പകൽക്കാലം നമ്മുടെ ഒപ്പം കടന്നു വന്ന് കർത്താവ് ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. വീണ്ടും അടുത്ത് സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ പ്രിയപ്പെട്ടവരെല്ലാം യാത്ര സുഖകരമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ ഹന്ന വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നുപോയി. പെട്ടെന്ന് ഒരു ഭാഗത്തിൻ്റെ ക്രമീകരണം ലഭിക്കാനിടയായി. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന 26 മാർച്ച് മാസം ഹന്നയുടെ എൻഗേജ്മെൻറ്റ് നാട്ടിൽ വെച്ച് നടക്കുകയാണ്. കല്യാണം മാരേജ് പിന്നീടായിരിക്കും. ഷേർലി സുഖകരമായി യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ 21 നമ്മുടെ ഏബിൾ മടങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കെസിയയുടെ പേരൻസ് ദൈവം അനുവദിച്ചാൽ അടുത്ത സാറ്റർഡേയിൽ ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ താല്പര്യപ്പെട്ട് ക്രമീകരണം ചെയ്തിട്ടിരിക്കുന്നു. കെസിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം.
ദൈവസനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവസനിൽ സഭയായി പ്രാർത്ഥനാ വിഷയങ്ങൾ, കർത്താവ് ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ സഭ മുമ്പാകെ പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. പെട്ടെന്ന് അതിനുള്ള സാവകാശം എടുക്കാം. സാക്ഷ്യത്തിനുള്ള സമയം തരുന്നു. സ്തോത്രം. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തിരമാലകളും ആർത്തിരമ്പും നേരത്തും വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു ശാന്തത നൽകിയ ദൈവം. വെള്ളങ്ങൾ മീതെ കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു ശാന്തത നൽകിയ ദൈവം. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിൻ ദാസൻ. സ്വർഗീയ തീയലിന്റെ മുറ്റം നിറച്ചിടുന്ന രാജാവിനെന്നു മഹത്വം. സ്വർഗീയ തീയലിന്റെ മുറ്റം നിറച്ചിടുന്ന രാജാവിനെന്നു മഹത്വം. ദാവീദെപ്പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർദ്ധിച്ചിടും ഞാൻ. ഹല്ലേലൂയ മഹത്വം. ദാവീദെപ്പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർദ്ധിച്ചിടും. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ തീയാലെന്റെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നു 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 മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. കാലം നമ്മുടെ ഭക്തിയിൽ പറഞ്ഞ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറയാം. ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് ഈ പട്ടണത്തിൽ നമ്മെ പരിപാലിച്ചുള്ള കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനേകർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ, ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കാതിരിക്കുമ്പോൾ, സൗകര്യങ്ങൾ സാവകാശങ്ങളില്ലാതിരിക്കുമ്പോൾ, ശാരീരികമായ ക്ലേശങ്ങൾ രോഗങ്ങളും ഒക്കെ ആയിരിക്കുമ്പോൾ കർത്താവ് ഈ പട്ടണത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന് ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഹല്ലേലൂയയായിട്ട് നമുക്ക് തന്ന നല്ല സൗകര്യങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത കർത്താവ്, നമ്മുടെ വീഴ്ചകളിൽ നമ്മെ താങ്ങിയ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്ക് കരുണ കാണിച്ച ദൈവത്തിന് ഇതുപോലെ കാലം നന്ദി പറയാം. മഹാസ്നേഹവാനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായി പകൽവേളയിൽ കർത്താവിനെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അവസരം കൂടെ കർത്താവ് തന്നതിനായി സ്തോത്രം. സ്വർഗ്ഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാതപീഠമാകയാൽ ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ പരിദേശികളായി പാർക്കുന്ന ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഒരു അവസരം കൂടെ കർത്താവ് ദാനമായി തന്ന കർത്താവിന്റെ എല്ലാ കരുണയ്ക്കായി കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ, ഞങ്ങളെ അവിടുന്ന് പേർ ചൊല്ലി വിളിച്ച നാൾ മുതൽ ഇതുവരെയും എണ്ണത്തിൽ കുറയാതെ വണ്ണം കുടുംബങ്ങളായ വ്യക്തികളായ എല്ലാം അവിടെ എവിടെയെങ്കിലും കാക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടെ സ്നേഹവാത്സല്യങ്ങൾ നടത്തിയ ദൈവത്തിന് ഇതുപോലെ കാലം വീണ്ടും നന്ദി പറയുന്നു കർത്താവെ. ഈ രാജ്യത്തേക്ക് കർത്താവെ ജോലിക്കായി പഠനത്തിനായി വിസിറ്റിങ്ങിനായി ഒക്കെ കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാർക്കുവാൻ കർത്താവെ, ഈ രാജ്യത്തിന് നന്മകൾ അനുഭവിപ്പാൻ അനവധി കൃപകൾ കർത്താവെ, അനുഗ്രഹങ്ങളൊക്കെ കർത്താവെ കാണുവാൻ അനുഭവിപ്പാൻ എല്ലാം ദൈവം ഞങ്ങളെ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവെ ഞങ്ങളെ ഈ പട്ടണത്തിൽ പരിപാലിച്ചല്ലോ. എത്ര ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗദുഃഖങ്ങളൊക്കെ കടന്നു വരാമായിരുന്നു. അതിന് മറ്റെല്ലാം കർത്താവെ ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം. ഇന്ന് പകലിൽ ഞങ്ങൾ ഈ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാജ്യം ഭരിക്കുന്ന രാജകുടുംബത്തിനായി സ്തോത്രം. പ്രധാനമന്ത്രിക്കായി, മറ്റു മിനിസ്റ്റേഴ്സിനായി, കൗൺസിലേഴ്സിനായി, മേയേഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾക്ക് ഈ പട്ടണത്തിലും അങ്ങയെ ഉയർത്തുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക സ്റ്റേറ്റുകളിൽ കർത്താവെ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ അനേക ദൈവദാസന്മാരെ കുടുംബങ്ങൾ, ദൈവസഭകളൊക്കെ കർത്താവെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിരിക്കുന്നു. അനേകരെ പിടിച്ച് ജയിലിലിടുകയും ഒക്കെ കർത്താവെ വിധകൾ അനുഭവിക്കുമ്പോൾ കർത്താവെ ആ രാജ്യത്തോട് അങ്ങ് മനസ്സിലിടമേ. വലിയ ഉണർവിന്റെ കാറ്റ് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും അയച്ചു കർത്താവ്. അനേകർ കർത്താവിന്റെ വരവിന് മുമ്പാകെ ദൈവത്തിന്റെ രാജ്യത്തിൽ കർത്താവെ ദൈവത്തിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ അനേകരെ കർത്താവെ വിളിച്ചു വേർതിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇസ്രായേലിന്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ യുദ്ധത്തിന് കർത്താവെ അതിന്റെ കെടുതിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. അനേകർ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അനേകർ കർത്താവെ യുദ്ധഭീതിയിലും കർത്താവെ മരണ താഴ്വയിലും ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം ഈ ദിവസങ്ങളിൽ രാജ്യങ്ങളിൽ അയച്ചു കർത്താവെ. ഈ ദിവസങ്ങൾ അങ്ങയുടെ വരവിൽ പ്രത്യാശയുള്ളവരായി ഞങ്ങൾ അനുദിനം ജീവിപ്പാൻ കർത്താവെ അങ്ങയുടെ വരവിൽ ഞങ്ങളെ ഒരുക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് മുതൽ കാലം ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ബലത്തോടെ ഈ പട്ടണത്തിൽ കടന്നു വന്ന് അങ്ങേ ഉയർത്തുവാൻ വീണ്ടും ഒരു അവസരം കൂടെ കർത്താവ് തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ സഭയുടെ എല്ലാ മീറ്റിങ്ങുകളിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ യാത്രകളിൽ കർത്താവെ ആവശ്യങ്ങളെല്ലാം കര കൂടെ ഇരുന്നു. രോഗികളായി ഭാരപ്പെട്ടവരെ അവിടുന്ന് വിടുവിച്ച് സൗഖ്യ സമാധാനവും കൊടുത്ത് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദിവസം വഴി വാതിൽ തുറക്കണമേ. അങ്ങ് ഒരു വാതിൽ തുറന്നാൽ ആരും അടയ്ക്കുവാൻ കഴിയില്ല കർത്താവെ. ദൈവത്തിന്റെ കരുത്തിന്റെ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ബലഹീന സൂര്യമാർക്കായി പ്രാർത്ഥിക്കുന്നു, സ്ത്രീക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. അത്ഭുതമായ വിടുതൽ കർത്താവ് ദിവസം കൊടുക്കണമേ. അവരെ പേരൻസ് അടുത്ത ദിവസങ്ങൾ കടന്നു വരുന്ന കർത്താവ് യാത്രയിൽ കൂടെ സഹായിക്കണമേ. ഏബിളിനായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച മടങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. നാട്ടിലായിരിക്കും ഞങ്ങളുടെ ഹന്നയ്ക്കായി പ്രാർത്ഥിച്ചു. പ്രിയ ഹന്നയുടെ എൻഗേജ്മെന്റ് 26-ാം തീയതി നാട്ടിൽ വെച്ച് നടക്കുന്നില്ല കർത്താവ് മനോഹരമായി നടക്കുവാൻ കർത്താവെ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷെള്ളിക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ പല പ്രിയപ്പെട്ടവരോ പലയിടങ്ങളിൽ കർത്താവെ ദീർഘദൂരങ്ങൾ വാഹനം ഓടിച്ച് യാത്ര ചെയ്തവരാണല്ലോ. ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ പോക്കൽ വരവിൽ, ഞങ്ങളുടെ ഭവനത്തിൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് സൂക്ഷിച്ച് പരിപാലിച്ചതിനായി സ്തോത്രം. യാതൊരു കഷ്ടനഷ്ടങ്ങൾ കൂടാതെ, ക്ലേശങ്ങൾ കൂടാതെ ആപത്തെല്ലാം വിടുവിച്ച് നടത്തി ദൈവത്തിന്റെ എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവെ തുടർന്നും അവിടുന്ന് പരിപാലിക്കണമേ. കഴിഞ്ഞ ദിവസം കർത്താവെ പ്രിയ എബിൽ കർത്താവെ പേരൻസിനെ കർത്താവെ ഒപ്പമായിരിക്കാൻ ചില ദിവസങ്ങൾ കർത്താവ് സഹായിച്ചല്ലോ. മാതാവിനായി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായി സൗഖ്യം കൊടുക്കണമേ. കഴിഞ്ഞ ആഴ്ചയിൽ എബിൽ കർത്താവെ ശരീരമായ ക്ലേശങ്ങൾ ഭാരപ്പെട്ട് കർത്താവ് സൗഖ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽ കർത്താവ് ഒരുമിച്ച് അങ്ങനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രിയനീനയ്ക്കായി ടോണിക്കായി കർത്താവെ കുഞ്ഞിനായി സ്തോത്രം. കുടുംബമായ കർത്താവിനെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുത്തി അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. പ്രിയ കർത്താവെ ഹല്ലേലൂയ. നിങ്ങളുടെ പപ്പയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 4 മാസത്തിൽ കർത്താവെ ദേശത്തായിരിക്കാൻ അവരുടെ ദാനമായി കർത്താവ് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. ആയിരുന്നിടങ്ങളിലെല്ലാം കർത്താവ് സൂക്ഷിക്കുക പരിപാലിക്കുകയും ചെയ്തല്ലോ. നിങ്ങളുടെ ഹിതമെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങി പോകുന്നല്ലോ. അനുഗ്രഹിക്കുന്ന നമ്മുടെ യാത്ര കൊടുത്ത് അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മെൽവിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഈ പട്ടണത്തിൽ ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ ദൈവം അവിടുന്ന് മെൽവിനെ സഹായിച്ചതിനായി സ്തോത്രം. പട്ട കാര്യങ്ങളിൽ, ജോലിയിൽ, പോക്കൽ, വരവിൽ, ആത്മീയമായ എല്ലാം അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. വീണ്ടും അവിടുന്ന് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയാരിതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യത്തോടെ കർത്താവെ പട്ടണത്തിൽ പരിപാലിച്ചു കർത്താവെ. ആരും സഹായിപ്പാനില്ലാത്ത സ്ഥാനത്ത് കർത്താവിന്റെ കരം കൂടെ ഇരുന്ന് വിടുവിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരോട് പക്ഷേ വിട്ടുപോയാലും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഭവനത്തിലുള്ളവർ കർത്താവെ ഉറ്റവർ സ്നേഹിതരൊക്കെ കഴിവിട്ടുപോയാലും ഞങ്ങളെ കൈവിടാത്ത അങ്ങയുടെ സ്നേഹം കൂടെ ഇരുന്ന് ഇവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. പ്രിയ സഹോദരനോട് ബലപ്പെടുത്തുന്ന ആയുസ്സിൽ വർഷം കൂടെ പിന്നിടുവാൻ ദൈവമേ അങ്ങ് കൃപ ചെയ്തതിനായി സ്തോത്രം. വീണ്ടും ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ കർത്താവെ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങൾ പല പ്രിയപ്പെട്ടവരും
ശരീരക്ലേശങ്ങളായിരുന്നു. അവരെല്ലാം വിത്തത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ പരിപാലിച്ചതിനായി സ്തോത്രം. പല പ്രിയപ്പെട്ടവരുടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കർത്താവ് സഹായിക്കണമേ. ആവശ്യത്തെ പരിപാലിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് കടന്നു വരുവാൻ താല്പര്യമുണ്ടായിട്ടും ജോലിയുടെ പ്രയാസങ്ങൾ കൊണ്ട് കർത്താവെ ആരാധന കടന്നു കഴിയാതെ ജോലി സ്ഥലങ്ങളായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ആരാധന ഉപേക്ഷ വിചാരിച്ച് ഭവനങ്ങളിലോ മറ്റിടങ്ങളിലോ ആരും പരിശുദ്ധാത്മാവിനോട് ഹൃദയങ്ങളിൽ സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട വെബ്ലിയിലെ കർത്താവെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അവിടെ ഞങ്ങളുടെ സാന്നിധ്യം വ്യാപരിക്കണമേ. അവിടെയുള്ള പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് വൈകുന്നേരം ഹാറ്റ്ഫീൽഡിൽ നടക്കുന്ന മീറ്റിംഗിനായി സ്തോത്ര കർത്താവിന്റെ കൃപ. ആ ദേശത്ത് പരിപാലിക അനേകർ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ കൃപ ചെയ്യണമേ കർത്താവെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും കർത്താവെ അനേകരുടെ പേര് ജീവിതത്തിന്റെ പുസ്തകത്തിൽ എഴുതി കാണുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. ഞങ്ങൾ ഓടുന്നതും അധ്വാനിക്കുന്നതും ഒന്നും വൃതാവാകയില്ലല്ലോ കർത്താവെ. നിന്റെ അപ്പത്തെ വെള്ളത്തിൽ ഏറിയ നാൾ കഴിഞ്ഞ് നിനക്ക് തിരികെ ലഭിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ വചനം ഞങ്ങൾ വിശ്വസിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾ ഈ ദേശങ്ങളിൽ വാരി വിതരുമ്പോൾ അത് അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസമാകണമേ, അനേക കുടുംബങ്ങൾക്ക് ആശ്വാസമാകണമേ. ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ വെളിപ്പെടുവണേ. പട്ടണത്തിൽ വലിയ ഉണർവ് കർത്താവെ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യുദ്ധങ്ങളെ യുദ്ധശ്രുകളെ കേട്ട് ഭയഭരിതരായിരിക്കുവാൻ ഇടയാകാതെ അങ്ങയുടെ വരവിൽ പ്രത്യാശയുള്ളവരായ ദിവസങ്ങളായിരിക്കാൻ ദൈവമേ അങ്ങ് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലഭിച്ച നന്മ കർത്താവെ എതിരായിട്ട് കടന്നു വന്ന് ജോലി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ലഭിച്ച ഭൗതിക നന്മയിൽ നിന്ന് കർത്താവെ ചർച്ചിന്റെ കർത്താവെ പട്ടണത്തിൽ കർത്താവ് തന്ന കുടിവരവിനെ ഓർത്ത് കർത്താവിൽ കൈനീട്ടിയും കൂട്ടായ്മ കർത്താവെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിച്ചിട്ട് കരുനീട്ടി എല്ലാ കുഞ്ഞുങ്ങൾക്കായി സുഹൃത്തുമാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. 30, 60, 100 വരെയായവരെ നീ സഹായിക്കുകയും അർപ്പിക്കുകയും ചെയ്യണമേ. ഭൗതികമായ ജനങ്ങൾ ആരെങ്കിലും കടഭാരങ്ങളായിരിക്കും കർത്താവർക്ക് അവസ്ഥയ്ക്ക് വിസ്താരത കൊടുത്ത് വീണ്ടും അവിടുന്ന് സഹായിക്കണം. ലഭിക്കുന്ന നന്മകൾ കർത്താവെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് അനേക ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് കർത്താവ് അനുഗ്രഹമായി തീരുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ മാനേജ്മെന്റിനായി സ്കൂളിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആരാധിപ്പാനത്തോളം സ്വാതന്ത്ര്യം കർത്താവ് തന്നതിനായി സ്തോത്രം. വീണ്ടും അവിടുന്ന് സഹായിക്കണമേ. ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ മീറ്റിംഗിലും ഞങ്ങളുടെ കൃപ കൂടെ ഇരിക്കണമേ. പ്രത്യേകമായ സംരക്ഷണയിൽ ഞങ്ങൾ നീ പരിപാലിക്കണമേ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും സുഹൃത്തുമാരെ എല്ലാം ഓർത്ത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ പരിപാലിച്ച ദൈവം വീണ്ടും നടത്തുവാൻ വിശ്വസ്തനാകയാൽ ഞങ്ങളുടെ സന്നിധി ഞങ്ങളെ പറ്റുവായി താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദയവായി എല്ലാവരും ഇരുന്നാട്ട് അനുഗ്രഹീതമായി പകലിൽ കർത്താവിനെ സ്തുതിപ്പാൻ വീണ്ടും നല്ല ഒരു അവസരം കൂടെ കർത്താവ് ദാനമായി തന്ന കർത്താവിൻ്റെ എല്ലാ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പകലിൽ നമുക്കറിയാം ഹല്ലേലൂയ യൂത്ത് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് സ്വല്പം ഹല്ലേലൂയ സ്തോത്രം സമയത്തിൻ്റെ ഇത് അവസരമുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ലേഡീസ് മീറ്റിങ്ങിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസി നാട്ടിൽ നിന്നും സൂമിൽ കയറി നമ്മുടെ സഭയിലുള്ള നല്ല ഒരു വോളിയം കുടുംബങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. വളരെ സന്തോഷകരമായ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ ആലോചനകളൊക്കെ നമുക്ക് പ്രിയ സഹോദര കൂടെ ലഭിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഈ ആഴ്ചയിൽ നമുക്ക് അതുപോലെ പ്രത്യേക മീറ്റിങ്ങുകളുണ്ട്. ദൈവം അനുവദിച്ചാൽ ഈ ചൊവ്വാഴ്ച നമ്മുടെ ഹാറ്റ്ഫീൽഡിൽ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ മീറ്റിംഗ് തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാകുന്നു. ഈ ട്യൂസ്ഡേയിൽ പ്രത്യേകം ഒരു സ്തോത്ര പ്രാർത്ഥനയായിട്ട് താങ്ക്സ് ഗിവിംഗ് സർവീസായിട്ട് ട്യൂസ്ഡേ മീറ്റിംഗ് ഉണ്ടായിരിക്കും. സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വന്ന് സംബന്ധിക്കണം എന്ന് പ്രത്യേക അപേക്ഷിക്കുകയാണ്. വർഷിപ്പ് ലീഡ് ചെയ്യുവാനും നമ്മളെ എൻകറേജ് ചെയ്യുവാനും ലിവർപൂളിൽ നിന്നും റോസ് സാമ കടന്നു വരുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞ നാളുകൾ നമ്മുടെ നമുക്കറിയാമല്ലോ സ്തോത്ര യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ധാരാളം സ്റ്റുഡൻസ് അവിടെ കടന്നു വന്ന് സംബന്ധിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ആ ദേശത്ത് വലിയൊരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ സാം ജോണും കുടുംബവും നമ്മുടെ സഭയിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ ട്യൂസ്ഡേസിൽ അതിനുവേണ്ടി പോവുകയും സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത സൺഡേ മോർണിംഗിൽ നമുക്കറിയാമല്ലോ ഡോക്ടർ ബെന്നി പ്രസാദ് സ്തോത്രം ഗിന്നസ് ബുക്ക് ഹോൾഡറാണ്. സ്തോത്രം ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും ഹല്ലേലൂയ 200-ൽ പരം രാജ്യങ്ങളിൽ സഞ്ചരിച്ച കർത്താവിൻ്റെ വചനവുമായി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ വചനവുമായി ദൈവം കൊടുത്ത ശുശ്രൂഷിക്കുന്ന ഒരു ദൈവപ്രതിനാണ് ഡോക്ടർ ബെന്നി പ്രസാദ്. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന സൺഡേ 22 സൺഡേ മോർണിംഗ് ഇംഗ്ലീഷ് സർവീസിന് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും. രാവിലെ 9 മണിക്ക് ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരിക്കും. രാവിലെ 9 മുതൽ 10 മണി വരെ ഉള്ളൂ. 11 മണിക്ക് അദ്ദേഹത്തിന് സൗത്ത് ലണ്ടനിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അതുകൊണ്ട് രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിൽ നിങ്ങളെല്ലാവരെയും ആ മീറ്റിങ്ങിനായിട്ട് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ആരെങ്കിലും നോൺ മലയാളികളായിട്ടുള്ളവർ നിങ്ങളുടെ നെയ്ബേഴ്സ് കൊളീഗ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ എൻകറേജ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത സൺഡേയിൽ ഷാർപ്പ് 8:30 നമ്മളിവിടെ അവൈലബിൾ ആയിരിക്കും. 9 മണിക്ക് നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. 10 മണിക്ക് ഇംഗ്ലീഷ് സർവീസ് തീരും. അതുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ കടന്നു വന്ന് സംബന്ധിക്കുക. അപ്പോൾ തന്നെ മറ്റുള്ളവരെ കൂടെ നിങ്ങൾ എൻകറേജ് ചെയ്യുന്നതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്കുള്ള ചെറിയൊരു സർജറിക്കായിട്ട് ഞാൻ ഓക്സ്ഫോർഡ് ഹോസ്പിറ്റലിൽ കടന്നുപോയി. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അല്ല, അനേക പ്രിയപ്പെട്ടവർ സഭയായി എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കുഴപ്പമില്ല. എന്നാലും ചെവിയിൽ സ്വല്പം ഒരു ബോൺ ഗ്രോത്ത് ഉള്ളത് കൊണ്ട് അതിനെ
ചെറിയൊരു സർജറി ചെയ്യുവാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സർജറിക്കായി റെഡിയായി. എന്നെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ട് ലാസ്റ്റ് മൊമെൻറ്റിലാണ് എനിക്കുള്ള ചെവി ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ സ്വല്പം വാക്സ് ഉണ്ട്. അത് റിമൂവ് ചെയ്തപ്പോൾ സ്വല്പം ഫ്രൂൾ കറക്ഷൻ എൻ്റെ ചെവിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ സർജറി സക്സസ് ആവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സർജറി ക്യാൻസൽ ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്തോത്രം. ഈ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ എല്ലാ നിലയിലും സഹായിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന അവസരങ്ങൾ എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ്. കൂടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അല്പസമയം നമ്മുടെ മുൻപിലുണ്ടല്ലോ. ചെറിയ ഒരു ഷോർട്ട് മെസ്സേജ് ഇന്ന് പകലിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വളരെ സുപരിചിതമായ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമുക്ക് അനുഗ്രഹീതമായ വർഷിപ്പുകൾ കൂടിയവരുകളെല്ലാം കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നല്ലോ. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ വളരെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജോലിയിൽ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും ദൈവം കുറയാൽ ഇതുവരെ ഒരു കുഴപ്പവും ഹല്ലേലൂയ വന്നിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുതലാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ അനേക ആളുകൾക്ക് ജോലിയില്ലാതെ ഭൗതികമായ പല പ്രതിസന്ധികൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആളുകൾ ഹല്ലേലൂയ ലക്ഷക്കണക്കിന് ആളുകൾ മിഡിൽ ഈസ്റ്റിലെല്ലാം ഉണ്ട്. അവിടെയെല്ലാം യുദ്ധത്തിൻ്റെ കെടുതിയിൽ ഏകദേശം 15 രാജ്യങ്ങളോളം യുദ്ധത്തിനകത്ത് ഓൾറെഡി ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് കർത്താവ് നമുക്ക് ദാനമായി തന്ന ഈ സമയങ്ങൾ വളരെ വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട് ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 6 to 8. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കേണ്ടതാകുന്നു. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂമവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. സ്തോത്രം. ലോകത്ത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. We live in a very dangerous world at the moment. എന്നാൽ ഈ സമയത്ത് ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസത്തിനായി കൂടെയുണ്ട്. But now we have the word of God as our comfort. നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മോടൊപ്പമുണ്ട്. And our friends and family, they all are with us. നമ്മുടെ ആവശ്യങ്ങളെല്ലാം സഹായിപ്പാൻ നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കർത്താവ് നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. And God has given us all the provisions that we need in എന്നാൽ our life. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ നമ്മെ താങ്ങുന്ന, നമ്മെ കരുതുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നമ്മെ ഹരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And in the midst of all the dangers, it is God's hand that is leading us every single moment. നമുക്ക് ദൈവമക്കളാകുന്ന നമുക്ക് ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രാണനാഥൻ വാനമേഘത്തിൽ കാഹളനാദത്തിങ്കൽ വരുവാൻ സമയമായി. And one thing we need to note and understand is that the trumpet call is very near. ഇന്ന് പകലിൽ വായിച്ച ദൈവത്തിന്റെ വചനം കഴിഞ്ഞ ദിവസങ്ങളായി പല പ്രിയപ്പെട്ടവർ പല മീറ്റിംഗുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. And the verse that we just read, many people have been preaching that in their sermons. ദൈവഭക്തരായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവഭക്തന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം വലിയ വലിയ പ്രതിസന്ധികൾ കടന്നു വരിക സാധാരണമാണ്. It is normal for us children of God, we have dangers that we face in our life. എന്നാൽ യുദ്ധങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിഷയത്തിൽ നമ്മൾ അകപ്പെട്ടു പോകും. But then you have wars and you don't know how to carry on forward, in terms of hurt. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം നമ്മെ കരുതുകയും നമ്മെ പരിപാലിപ്പാൻ കർത്താവ് ശക്തനാണ്. But in the midst of the war, it is God who provides for us. നാം ഇപ്പോൾ ആയിരിക്കുന്നത് കൃപായുഗത്തിന്റെ അന്ത്യ കാലഘട്ടത്തിൽ അവസാന സമയങ്ങളിൽ ഈവനിംഗ് ടൈമിൽ ഞാൻ നിങ്ങളും എത്തപ്പെട്ടിരിക്കുകയാണ്. You and I have reached the evening or the last moments of the dispensation of grace. ഹല്ലേലൂയ സ്തോത്രം. കൃപായുഗത്തിന്റെ സന്ധ്യാവേളകളിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുകയാണ്. We have reached the evening time or the night time of the dispensation of grace. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ പറ്റി ഞാനും നിങ്ങളും എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We are watching what is happening through the wars now. ഏകദേശം 15 രാജ്യങ്ങളിൽ ഹല്ലേലൂയ ഇടപെട്ട് നടത്തുന്ന ഒരു യുദ്ധമാണ് ഇത്. കൃപായുഗത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തി അനുസരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. And so the things that the countries are taking part in the war, all that things that's happening, that's all calling out that it is part of the prophecy of God and the fulfillment of the dispensation of grace. ദൈവത്തിന്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, എന്ത് പറഞ്ഞിരിക്കുന്നതോ, ഏതൊക്കെ പ്രവചനങ്ങളുണ്ടോ അതെല്ലാം അതേപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. The word of God, whatever prophecies the word is written in the Bible, it is all coming true. ദാനിയേൽ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ദൈവവചനത്തെ എഴുതിയിരിക്കുന്നത് സത്യഗ്രന്ഥം എന്നാണ് ദാനിയേൽ പ്രവചനം 21-ാം അധ്യായ വാക്യത്തിൽ കാണുന്നത്. In Daniel
chapter 10 verses 21. This is called the book of truth. എന്നാൽ ഈ ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ പ്രോമിസായി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇമ്മാനുവേൽ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടോ എന്നുള്ള ദൈവത്തിന്റെ പ്രോമിസ് ആണ് എനിക്ക് നിങ്ങൾക്കും യേശു കർത്താവ് തന്നിരിക്കുന്നത്. But along with the book of the truth, we have been given another promise, and that is Emmanuel, the God that is with us. എന്നാൽ ഞാനും നിങ്ങളും യുദ്ധങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, but while we are hearing the wars, while we are listening and seeing what's ഇതെല്ലാം happening, ദൈവത്തിന്റെ സമയം ദൈവത്തിന്റെ നിർണയപ്രകാരം നടക്കുന്നതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. we need to understand that this is God's timing. It is taking place because of what God has told to do. ഒരുപക്ഷേ ഞാനും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ യുദ്ധം ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 സ്റ്റാർട്ട് ആവുമെന്ന്. Maybe you and I didn't expect this war to start on February 28. ഏകദേശം 15 ദിവസം കഴിഞ്ഞിട്ടും അതിന് യാതൊരു ശമനവുമില്ലാതെ വീണ്ടും യുദ്ധം അതിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. And even after 15, even after 2 weeks, there seems to be no end to the war. It just seems to be escalating. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ ദൈവദാസന്മാർ അഭിഷക്തന്മാർ പറഞ്ഞിരിക്കുന്നത് കൃപായുഗത്തിന്റെ സന്ധ്യാവേളകളിൽ ഞാനും നിങ്ങളുമായിരിക്കുകയാണ്. So the scholars and the Bible teachers are calling this that the evening time or the night time or the dispensation of grace. ദൈവം എനിക്കും നിങ്ങൾക്കും വളരെ അനുഗ്രഹീതമായ എല്ലാ സാവകാശങ്ങളും തന്ന് കർത്താവ് നമ്മെ ദിനംതോറും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. God has given you and I everything or all things that we need to lead our lives. എന്നാൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെ കണ്ടും കേട്ടും നടക്കുന്ന സംഭവങ്ങൾ ഓർത്തുകൊണ്ട് ഭീതിയുള്ളവരായിരിക്കുവാനല്ല ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. But seeing the war, God does not want to be a people of fear. പിന്നെയോ ദൈവമക്കളാകുന്ന നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി അതിൽ പ്രത്യാശയുള്ളവരായി ആ വരവിനെ എതിരേൽക്കുവാൻ ഹല്ലേലൂയ സ്തോത്രമായിരിക്കുന്നവരായിട്ടാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. But no, on the other hand, God wants us to be the people who are ready for the second coming of the Christ. ദൈവവചനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും മഹാ യുദ്ധങ്ങളായിട്ടുള്ള 3 യുദ്ധമാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. In the word of God there are 3 great wars described. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃപായുഗത്തിന്റെ ഈവനിംഗ് ടൈം ആണ് എന്ന് ദൈവദാസന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. And so one of the great big wars that are meant to be taking place is what's happening during this time of dispensation of grace. രണ്ടാമത്തെ യുദ്ധം അർമഗദോൻ യുദ്ധമാണ്. എസെക്കിയേൽ പ്രവാചകൻ 37 38 39 അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. Then you have the war of Armageddon, which is set in Ezekiel 37 38 and 39. 7 വർഷത്തെ മഹോപര കാലത്തിൽ നടക്കുന്ന ആ യുദ്ധമാണ് വലിയ ഭയാനകമായ മറ്റൊരു യുദ്ധം എന്ന് പറയുന്നത്. And then another war is the war that takes place during the 7 years of tribulation. ആ യുദ്ധം നടത്തുക പ്രധാനമായും നയിക്കുന്നത് റഷ്യ ആയിരിക്കും. And scholars say that it could be Russia who could be leading that war. ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അർമഗദോൻ യുദ്ധം നടത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനപ്രകാരം എഴുതിയിരിക്കുന്നത്. And it is said to be set against the people of Israelites. ആ യുദ്ധത്തെ ഫോക്കസ് ചെയ്ത് യെരുശലേം എന്ന മഹാനഗരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് യഹോശാഫാത്ത് താഴ്വരയിൽ ആ യുദ്ധത്തിന്റെ ആരംഭം കുറിക്കും. അവിടെ ആ യുദ്ധം തുടങ്ങുമെന്നാണ് മഹോപദ്രകാലത്തിലെ അർമഗദോൻ യുദ്ധം. And so the war of Armageddon is meant to take place in the Jehoshaphat Valley and against Jerusalem. ആ യുദ്ധത്തെ ഫോക്കസ് ചെയ്തത് ഇസ്രായേൽ മക്കളെയാണ്. ദൈവത്തിന്റെ മക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആ യുദ്ധം. And that war is focused on the Israelites, on the people of God. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 16 അധ്യായം വായിക്കുമ്പോൾ അന്തിക്രിസ്തുവിന്റെ കാര്യത്തെ പറ്റി അവിടെ പ്രവചിച്ചിട്ടുണ്ട്. In Revelation chapter 16 it is mentioned about the Antichrist. സാത്താൻ തന്റെ സകല സൈന്യത്തോടും കൂടെ ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ അതിനെ വീഴ്ത്തുവാനായിട്ട് അന്തിക്രിസ്തു കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ മഹോദരകാലം കടന്നു പോകുക. And it goes through a time when the Antichrist is going to gather all its armies to fight against the people of God. എന്നാൽ ദൈവത്തിന്റെ വചനങ്ങൾ സ്ഥിരമായിരിക്കുന്നു. അത് എന്നേക്കും സ്ഥിരമായിരിക്കുകയാണ്. But God's word is true. It is established and firm forever. അതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശയുള്ളവർ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനെ നോക്കി കണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരുക്കത്തോടെ ആയിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. But those who trust in the word of God, wait on the Lord. Keep your trust on him and wait for his coming. മൂന്നാമത്തെ യുദ്ധം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ നടക്കുന്ന ഒരു യുദ്ധമാണ്. And the third war is the war that takes place in heaven.
7 വർഷത്തെ മഹോപദ്ര കാലത്തിന് ശേഷം 1000 ആണ്ട് വാഴ്ചയിൽ നടക്കുന്ന യുദ്ധമാണ് സ്വർഗ്ഗോന്നതങ്ങളിൽ നടക്കുവാൻ പോകുന്നത്. And after the 7-year tribulation during the millennium rule, there's another war that would take place. കർത്താവിന്റെ പ്രധാന ദൂതനായ മീഖായേലും തന്റെ ദൂതന്മാരുമായി സ്വർഗ്ഗോന്നതങ്ങളിൽ സാത്താനെതിരായിട്ട് ഉണ്ടാകുന്ന യുദ്ധമാണ് ഹല്ലേലൂയ ആ 1000 ആണ്ട് വാഴ്ചയിലെ യുദ്ധം. And during the millennium year war, Michael the archangel will be leading that war against Satan. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവസ്ഥലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ കൂടെ ഒരുക്കുവാനുള്ള ഒരു സമയ കാലഘട്ടത്തിൽ നമ്മെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. To all of those who are hearing today, this is the time you need to prepare for the kingdom of God. കർത്താവിന്റെ വരവിന് വേണ്ടി വളരെ പ്രവർത്തനക്ഷമതരായിരിക്കുവാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. For the coming of the Lord, you need to start preparing. എങ്ങനെയാണ് കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ നമുക്ക് ഒരുക്കുവാൻ കഴിയുന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. I just want to quickly run over how can we prepare for the second coming of Christ. നമുക്കറിയാം യുദ്ധം ഏത് സമയത്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ വരവിൽ ഞാനും നിങ്ങളും നിത്യജീവൻ പ്രാപിക്കണം, വരവിലെടുക്കപ്പെടണം. We know that no matter what times the war will take place, that we will be ready to be taken by God at any time. ഒന്നാമതായി നമ്മളിൽ കർത്താവിന്റെ വരവിൽ നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമ്മളിൽ കാണേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി റിപ്പന്റൻസ് ആൻഡ് ഹോളിനെസ്. ഹല്ലേലൂയ, സ്തോത്രം. And the first qualities that should be seen in our life should be repentance and holiness. പാപത്തിൽ നിന്നുള്ള വിടുതലും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. To prepare our souls for the second coming of Christ, first we need to make sure that we have repented of our sins in our life and that we have living and leading a holy life. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നീതിയിലും വിശുദ്ധിയിലും ദൈവമക്കളായിരിക്കാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. God wants you and I to lead according to the righteousness and to the holiness mentioned in the word. രണ്ടാമതായി ദൈവത്തോട് നാം ദിനംതോറും അടുത്തുകൊണ്ടിരിക്കണം. അതാണ് ദൈവത്തിന്റെ വരവിനെ പറ്റി രണ്ടാമതായി പറയുന്ന പോയിന്റ്. The second way to prepare yourself for the second coming is to walk alongside God. Daily prayer and vigilance. ദൈവത്തോട് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിലും ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിലും പ്രിപ്പയർ ചെയ്യുവാൻ കർത്താവിന്റെ വരവിൽ നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. We need to have a daily prayer. We need to have a daily walk with God. That is the way that we can prepare for his second coming. ലോകത്തുള്ള പല വിഷയങ്ങൾ കാണുകയും കേട്ടുകയും ചെയ്ത് നമ്മളെല്ലാം അസ്വസ്ഥപ്പെടാറുണ്ടെങ്കിലും ഇന്ന് പകലിൽ ദൈവത്തിന്റെ വരവിന് വേണ്ടി ഞാനും നിങ്ങളും പ്രിപ്പയർ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. Though we can be discouraged, though we can be disheartened by all the things that we are listening and seeing around, but let us put our mind to the second coming. പല വിഷയങ്ങൾ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ട് നമ്മുടെ ഹൃദയം ഹല്ലേലൂയ സ്തോത്രം കഠിനമാക്കിയോ അലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കാതെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് ദൈവകൃപയിലായിരിക്കാൻ കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. Don't let your heart be hardened or don't let it be rebellious. Instead, let us lean on the word of the Lord and prepare ourselves for the second coming. മൂന്നാമത്തെ ഹല്ലേലൂയ ദൈവത്തിൽ നമ്മെ പറ്റി ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് ഞാനും നിങ്ങളുമായിരിക്കുക എന്നുള്ളതാണ്. The third way to prepare yourself for the second coming is to obey the word of the Lord and to do the calling that God has placed on your life. Obedience to God's will. ദൈവം എന്താണ് എന്നെ നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. And in this time it is very important we need to have the obedience to the calling that God has placed us in our അതുകൊണ്ട് life. എന്നെയും നിങ്ങളെയും വിളിച്ച വിളിക്ക് യോഗ്യമാകണം. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒരുക്കി നമ്മുടെ ജീവിതം വിശുദ്ധ ജീവൻ നയിക്കുവാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. God wants us to lead a holy life that is worthy of the calling that was placed on you. എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ദൈവം ഓരോ പ്ലാൻ അനുസരിച്ചിട്ടാണ് ദൈവം നമ്മെ കണ്ട് നമ്മെ വിളിച്ച് ആക്കിയിരിക്കുന്നത്. God has seen you. God has a plan and purpose for you. He has called you for that. ദൂരദേശത്തേക്ക് പോയി യജമാനൻ തന്റെ ദാസന്മാരെ വിളിച്ചിട്ട് ഒരുവൻ 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവൻ 1 താലന്ത് കൊടുത്തിട്ട് അവൻ പരദേശത്തേക്ക് യാത്രയായി. We know the parable of the master who goes away but gives his servants 5, one of his servants 2, and one of his servants 1 talent to look after. എന്നാൽ 5 താലന്ത് ലഭിച്ചവൻ അവൻ വ്യാപാരം ചെയ്തു, അവൻ 5 കൂടെ നേടുവാനിടയായി തീർന്നു. The one who had the 5, he put it to work, he gained 5 more. 2 താലന്ത് ലഭിച്ചവൻ അവൻ വീണ്ടും വ്യാപാരം ചെയ്തു, 2 കൂടെ നേടി. The one who got 2, he put it to work, he gained 2 എന്നാൽ more. 1 താലന്ത് ലഭിച്ചവൻ അവൻ അതുകൊണ്ട് വ്യാപാരം ചെയ്യാതെ ആ താലന്ത് അവൻ കുഴിച്ചിടുവാനിടയായി തീർന്നു. But the one who got the 1 talent,
He didn't put it to work. He just buried it and let it go. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെ വിളിക്കനുസരിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ വീണ്ടും സഹായിക്കട്ടെ. Dearly beloved, God wants us to use the talents that He has given to us. Work on it. Use it for the kingdom of God. കർത്താവിന്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ അടുത്തതായിട്ട് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് ആക്റ്റീവ് സർവീസ് ആൻഡ് ഷെയറിംഗ് ദ ഗോസ്പൽ. And the next thing that God wants us to prepare for His second coming is കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ. ദൈവത്തിന്റെ വചനം എപ്പോഴും കേൾക്കുകയും ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്ത് ആ വരവിൽ പ്രത്യാശയുള്ളവരായി എപ്പോഴും ഒരുക്കത്തോടായിരിക്കാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. God wants us to be prepared, by reading His word, by meditating on His word. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ജീവനോട് രക്ഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്ന സമയം വരുമ്പോൾ ആ കർത്താവ് നമ്മെ പറ്റി കുറ്റം പറയുവാൻ അനുവദിക്കരുത്. ഞാനും നിങ്ങൾക്കും എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച സുവിശേഷം അനേകർക്ക് ഷെയർ ചെയ്യുവാൻ ഞാനും നിങ്ങളും പ്രാപ്തരായിരിക്കണം ഈ ദിവസങ്ങളിൽ. And on the day of judgment, when He goes through the book of life and our book of acts that we do, don't let us be held accountable on that day when God asks, did you share the gospel? What will you answer? ഹല്ലേലൂയ. അഞ്ചാമതായിട്ട് പോയിന്റ് പറയുന്നത് ഈ കാലഘട്ടത്തെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. And the fifth thing that you need to do to prepare yourself is to ഈ know സമയം the ഏത് time. സമയമാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. Understand, know the time. ഹല്ലേലൂയ. മത്തായി 24 അധ്യായം വായിക്കുമ്പോൾ അവൻ യേശു കർത്താവ് അത്തിയുടെ ഉപമ അവൻ പറഞ്ഞിരിക്കുന്നു. And so in Matthew chapter 24, Jesus speaks about the parable of the fig tree. അവൻ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിക്കുവിൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. Verse 32 of Matthew 24. Now learn this lesson with the fig tree. As soon as its twigs get tender and its leaves come out, you know that summer is അങ്ങനെ near. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കലായിരിക്കെ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Even so, when you see all of these things, you know that it is near, right at the door. I tell you the truth, this generation will not certainly pass away until all these things have happened. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഇനി ഒത്തിരി കാലഘട്ടങ്ങൾ അവശേഷിക്കുന്നില്ല. Dearly beloved, we do not have many days or years in front of us. ഒത്തിരി കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് ചെയ്തു തീർക്കാൻ കണ്ടേക്കാം, എന്നാൽ നാളുകൾ ഏറെ ഇനി നമ്മുടെ മുമ്പിലില്ല. Maybe you have a long list of things to be done, but maybe you don't have enough time left. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക കർത്താവിന്റെ വരവിൽ കാണുവാൻ. And so God wants us to prepare our minds, prepare our attitudes and behavior for His second coming. യുദ്ധത്തിന്റെ അവസ്ഥകളെ ഓർത്ത് ഭയത്തിലും ഭീതിയിലും നിൽക്കുവാനല്ല, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ആ വാനമേഘങ്ങളിൽ കർത്താവ് താൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഹല്ലേലൂയ അവന്റെ വരവിൽ പ്രത്യാശയോടെ എടുക്കപ്പെടുവാൻ ഞാനും നിങ്ങളും ഒരുക്കണം. And rather than being afraid or being fearful of the war cry, we should be strong and courageous and confident that we will be there when the trumpet calls. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ആയിരിക്കണം. So as children of God, have that moment of hope in your life. ഹല്ലേലൂയ. ലോക സംഭവങ്ങളെ കണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കുവാനല്ല, അതിന്റെ മധ്യത്തിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവിന്റെ വരവിലെ സ്വീകരിക്കുവാൻ, കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടുവാൻ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ ഈ ദിവസങ്ങളിലുള്ള പ്രിപ്പറേഷൻ, ആ സന്തോഷകരമായ ഒരു അവസ്ഥ നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. Rather than being fearful, rather than having a fearful attitude, let us be strong and be prepared for the second coming. Let us make sure that our names are written in the book of life and will be called when the roll is called. രണ്ടാമതായി ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് കോൺസ്റ്റന്റ് റെഡിനെസ്. ഏത് സമയത്ത് കാഹളം കേട്ടാലും കർത്താവിന്റെ വരവിൽ പോകുവാൻ ഞാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. And so the second thing is that we all need to be ready, have the constant readiness in our life. നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന പ്രത്യാശ, പ്രതീക്ഷ കൈവിട്ടു പോകരുത്. Do not lose the hope that you have got. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും ഒത്തിരി വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മെ അലട്ടി എന്ന് വന്നേക്കാം. Maybe you have sickness, maybe you have difficulties, maybe you have troubles and issues. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ പിമ്പിലുള്ളതിനെ മറന്നിട്ട് മുമ്പിലുള്ള ലാക്കിലേക്ക് കർത്താവിന്റെ വിരുദിന് വേണ്ടി ഓടുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. But just as Paul said that I do not look to the back, I look forward to the fight, to the race that has been set before me. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ഓട്ടക്കളത്തിലായിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. Do not forget that we are all in a race. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും വിരുദ് പ്രാപിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ.
and even though many run the race, only one is the winner. ഹല്ലേലൂയ. എന്നാൽ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ വളരെ ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഈ ദിവസങ്ങളിൽ നമ്മെ ആക്കിയിരിക്കുന്ന ഓട്ടക്കളത്തിൽ ഓടുവാൻ ദൈവമായ കർത്താവ് നമ്മെ കൃപ ചെയ്യട്ടെ. And may God help us to run faithfully in the race and get the crown of righteousness awaiting for us. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ഇനി ഏറെ കാലഘട്ടങ്ങൾ നമുക്ക് മുമ്പിലില്ല. We do not have many times left. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേലിലെ ഹല്ലേലൂയ നടക്കുന്ന യുദ്ധങ്ങൾ ഹല്ലേലൂയ ഒരുപക്ഷേ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നതിനുള്ള അടയാളമാണ് ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. Maybe what you are seeing now is a sign of his coming. മറ്റുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ ജീവിതം നഷ്ടമാക്കി കളയാനുള്ള അവസരങ്ങൾ നമുക്ക് ഇനിയില്ല. Do not lose your time and your പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് days. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുക്കം ആവശ്യമാണ്. We need to have preparedness. We need to be ready for the second കർത്താവ് താൻ coming. ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും കാഹളത്തോടും കൂടെ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയും ചെയ്യും. And we know that when the trumpet calls, when he comes down with the voice of the archangel and with the trumpet call, the dead in Christ will rise first. എന്നാൽ കർത്താവിന്റെ വരവിൽ നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകാതെ വരവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ കൃപ ചെയ്യുമാറാകട്ടെ. Let none of us be lost in his second coming. Let us be there with God. കർത്താവ് നമ്മെ പറ്റി കുറ്റം പറയുവാൻ എളിയരുത്. എന്റെ അടുക്കലുള്ളവർ, എന്റെ കൂടെ ജോലി ചെയ്തവർ, എന്റെ അടുത്തുള്ളവർ, എന്റെ നെയ്ബേഴ്സ് ദൈവത്തിന് അതിൽ കേട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. And do not lead to a moment where God tells, oh, why didn't you share the gospel with the people around you? ദൈവത്തിലേക്ക് നടത്തേണ്ടവർ ഹല്ലേലൂയ ദൈവത്തെ നടത്താതെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് പോകുവാനുള്ള സമയം ഇനി നമ്മുടെ മുമ്പിലില്ല. We do not have time in front of us to go our own ways and not follow God. ഈ ദൈവത്തിന്റെ വചനം സത്യമാകയാൽ ഈ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് കർത്താവിന്റെ കൽപ്പനകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ വരവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Let us obey this word. Let us follow this word and live a life that is worthy of the calling. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ സ്നാനമെടുക്കുവാനുള്ള സമയമാണ്. To those who have been saved, pray for the baptism. കർത്താവിന്റെ വരവിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്യഭാഷയിൽ ആത്മാവിന്റെ ശക്തിയിൽ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. To those who are waiting for the second coming, let us be filled with the Holy Spirit. Let us worship him in tongues. അനേകർക്ക് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ലോകത്തിലെയും മകളിൽ സുഖസൗകര്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് കർത്താവ് തന്നതിനായി സ്തോത്രം ചെയ്യാം. And let us give thanks that though there are many in this world who have no hope, no peace in their life, he has given us this word as our peace and hope. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. Let us submit ourselves in his presence. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചാട്ടെ. Let us give ourselves into the hand കർത്താവേ, of നീ എനിക്ക് God. ഒരു അവസരം കൂടെ തന്നതിനായി സ്തോത്രം എന്ന് പറയാം. God, thank you for this one more കർത്താവേ, എന്റെ കുടുംബത്തെ, opportunity. എന്റെ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ എനിക്ക് തന്ന എല്ലാ നന്മകളെയും ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. God, thank you. I give my family, I give my kids into your hands. കർത്താവേ, എനിക്ക് തന്ന എല്ലാ ദാനങ്ങളും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞാട്ടെ. God, all my days that is left, I will give it to your കർത്താവേ, ഈ hands. സുവിശേഷം അനേകരോട് പറയുവാൻ എന്നെ സഹായിക്കണമേ. God, help me to spread the gospel. കർത്താവേ, ഹല്ലേലൂയ അങ്ങയുടെ വരവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. God, help me to be hopeful in your presence for the അങ്ങയുടെ coming. വരവിൽ കൈവിടപ്പെട്ടു പോവാൻ കർത്താവേ അനുവദിക്കരുത്. Lord, help me not to be lost ഈ when you ലോകത്തിലെ come. മോഹങ്ങളെ വിട്ടുകൊണ്ട് നന്മയും പൂർണ്ണയും പ്രസാദമുള്ള ദൈവത്തിന്റെ ഹിതമെന്ന് നിറഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് കർത്താവേ അങ്ങയുടെ വരവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ എന്നെ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, let me forget the pleasures of the world and let me go after the goodness, glory, mercy in the presence of the Lord. എല്ലാവരും തലമുറ വണക്കി താവുകളെ തുറന്നുകൊണ്ട് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. Everyone close your eyes. Just pray. Submit yourself into കർത്താവേ, the ഈ message. ആപത്തനർത്ഥങ്ങൾ നിറഞ്ഞ ഈ പട്ടണത്തിൽ കർത്താവേ, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ലോകത്തെന്ത് സംഭവിക്കുന്നത് ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. എന്നാൽ ഞങ്ങൾ ഒന്ന് അറിയുന്നു, അങ്ങയുടെ വരവാസന്നമായിരിക്കുന്നു എന്നുള്ള ഓർത്തുകൊണ്ട് കർത്താവേ, അങ്ങയുടെ വരവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ തരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സംഭാഷണം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord Jesus, Father, help us, Lord Father, that we be Hallelujah. prepared, Lord Jesus, in your coming, Lord. Father, Lord, we know the time, Lord Jesus, that we don't have much time, Lord, and we are in the end times, Lord Jesus. Amen. Help us to reflect on you, Lord Father, and help us, Lord Father, to prepare us, Lord Jesus, and help us, Lord, to lead a holy life, Lord Father, and which is pleasing, Lord Father. Make us a sacrifice, Lord Jesus. We give you all glory and honor, Lord Father. Thank you for blessing our time, Lord. In the name of the Lord Jesus, we pray. ആമേൻ. താങ്ക് യു. തുടർന്നുള്ള സമയങ്ങൾ നമ്മുടെ യൂത്ത് മീറ്റിംഗ് അതിനായിട്ട് ശ്രമിക്കും. പ്രൈസ് ലോർഡ്.
എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് എപ്പോഴും ചോദിക്കുന്ന പോലെ ഇപ്പം ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനുൾപ്പെടെയുള്ള നമ്മുടെ പലരുടെയും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഭീതി അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ തന്ന ഈ ഒരു നല്ല അവസരത്തിന് വേണ്ടി പിതാവിനോട് നന്ദി പറയുന്നു. അതിൽ നമുക്ക് സന്തോഷിക്കാം എന്ന് പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും വിജയത്തിലും അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വളർച്ചയിലും ഒക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് മറ്റാരും പ്രാർത്ഥിക്കുന്ന പോലെയല്ല നമ്മുടെ അമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളത്. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പിന്നിലെ വിജയത്തിൻ്റെ പിന്നിലുള്ള പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും ഒക്കെ പിന്നിൽ നമ്മുടെ അമ്മമാരാണ്. സോ എല്ലാ അമ്മമാർക്കും ചേർച്ചിൻ്റെ PYPയുടെ ഭാഗമായിട്ടുള്ള മദേഴ്സ് ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ അതുകൊണ്ട് തന്നെ ഇന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മളൊരു മദറിനെയാണ് സ്വീകരിക്കുന്നത്. എപ്പോഴത്തേം പോലെ ഗസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ? റീസെൻ്റായിട്ട് മദറായ ഒരാളാണ്. ഇന്നത്തെ ഈ ബ്ലെസ്ഡ് സൺഡേയിൽ നല്ലൊരു വേർഷിപ്പിന് ശേഷമുള്ള ഈ PYPയുടെ അധ്യക്ഷയായിട്ട് ഞാൻ പ്രിയപ്പെട്ട ബ്ലെസി റെൻസിനെ ക്ഷണിക്കുന്നു. Thank you, Kunal bro. That was a very beautiful speech. I request everyone to attend our whole youth program session. There are very exciting programs coming. So to start today's PYPA, can I request Jisandy to pray for us? PYPയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയായി കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ യൗവനക്കാരുമായി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവേ, ഹല്ലേലൂയ ഏത് സമയം കടന്നു വരുവാൻ വീണ്ടും നിങ്ങളെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യുവതലമുറകളെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. മാതാപിതാക്കളായി ഞങ്ങൾ കർത്താവേ, ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ തലമുറ വരും കാലത്ത് കർത്താവേ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ കയ്യിൽ കർത്താവേ ഇണങ്ങിയ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടുവാൻ കർത്താവെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരെ കണ്ടെത്തുന്നവർ കർത്താവെ അങ്ങേ കണ്ടെത്തുവാൻ ഇടയാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവെ, ഹല്ലേലൂയ നിൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ ലോകത്തിൻ്റെയും ജനത്തിൻ്റെയും കർത്താവെ, പിശാചിൻ്റെയും കടിയിൽ നിന്ന് കർത്താവെ അവരെ സൂക്ഷിച്ച് കർത്താവെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയായി ഞങ്ങൾ കർത്താവെ, ഹല്ലേലൂയ PYPA മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് ഞങ്ങൾ കർത്താവെ, ഹല്ലേലൂയ വ്യക്തികളായി സഭയായി കർത്താവെ ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ദേശത്തിനെല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണം, കൃപയോടെ ഇരിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Thank you, Jisandy. Next, for the Psalms reading, I invite Feby. Psalms 128. എവർ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യം, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യം, നിനക്ക് നന്മ വരും, നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിൻ്റെ മക്കൾ നിന്നെ മേശിച്ചിട്ട് ഒലിവ് തൈകൾ പോലെ ഇരിക്കും. എവർ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹപ്പെട്ടാവും. എവർ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുന്നു, നിൻ്റെ ആഷ്കലമൊക്കെ നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും, നിൻ്റെ മക്കളുടെ മക്കളെ നീ കാണും, ഇസ്രായേൽ സമാധാനം ഉണ്ടാക്കട്ടെ. Thank you, Feby. That was a very different psalm reading. She memorized the whole psalms. Thank you. God bless you. Next, we have a song from Brother Jidin. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അവദാ
ഒടുവിൽ നീ എത്തുമ്പോൾ മാലാകമാരൊത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാകമാരൊത്തു പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. Thank you, Chitin bro. Such a beautiful and heartwarming song. May God bless, God use you more for His kingdom. Next, for memory verse recital, I invite Nathaniel. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from the foulest snare and from the deadly pestilence. He will cover you with His feathers, and under His wings you will find refuge. You will not fear the terror of the night, nor the arrow that flies by day, nor the pestilence that stalks in the darkness, nor the plague that destroys at midday. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. You will only observe with your eyes and see the punishment of the wicked. No harm will overtake you, no disaster will come near your tent. For he will command his angels concerning you to guard you in all your ways. They will lift you up in their hands so that you will not strike your foot against the stone. You will tread on the lion and the cobra. You will trample the great lion and the serpent. Because he loves him, says the Lord, I will rescue him and I will protect him, for he acknowledges my name. He will call on me and I will answer him. I will be with him in trouble and I will deliver him and honor him. With long life I will satisfy him and show him my salvation. Thank you, Nathaniel. May God bless your memory and help you to study more. Next, we have another song again. I invite Abel Reggie. Oh, little town of Bethlehem, how still we see thee lie. Above the deep and dreamless sleep, the silent stars go by. And hear the dark chains shining, the everlasting light. The hopes and fears of other years are met in these tonight. A
Thank you, Abel. May God use your voice for his kingdom. Next, we have a speech by Priscilla. Good afternoon, everyone. I know you all have been sitting in the presence of the Lord. We have heard a very, very blessed message earlier on about preparing ourselves for the second coming of Christ. And today, I just want to take a few minutes of your time and just speak about something that's very important as children of God, and especially, is all about Mother's Day, and it's a very big quality that we see in our mothers as well. In our parents, we see this quality. And I want to encourage നമ്മുടെ സഭയിലുള്ള എല്ലാവരും, whether from old to the youngsters and to the adults, to take part and participate in the topic that I want to share with you all today. And before I share with you, I just want to read a very short story. And the story goes like this. There were two gardeners. And once in the two gardeners, ഒരാൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു, and then the other gardener was an older gardener. One was young, one was old. And the young gardener, he wanted to grow the most beautiful flowers in the village. He bought expensive seeds, he planted them carefully. But weeks passed and nothing grew. ഒന്നും കാണുന്നില്ല. ഏറ്റവും നല്ല സീഡ്സ് എടുത്തിട്ടു, ഏറ്റവും നല്ല വിത്ത് വിധിച്ചിട്ടും ഒന്നും നല്ലത് കാണുന്നില്ല. Frustrated, he went to this older gardener, knowing for his thriving garden. And this older gardener looked at him, and he looked at the soil and quietly said, "Your seeds are good, but your soil is not." The young gardener had planted but never watered consistently. He had never removed weeds. So the older gardener worked with him every morning. He corrected him, he asked questions, he made him show him his progress. And months later, when the young gardener looked at his garden, it was flourished. It was beautiful. And the young gardener said, "I thought I needed better seeds, but what I really needed was someone watching how I planted my seeds." And today I want to speak to you about mentorship and accountability. As a Christian child of God, as someone who is following the paths of God, it is a very important thing that we as children of God need to have mentorship and accountability in our life. Whether you're 5-year-old, whether you're 15, 20, or even 50-year-olds, നമ്മുടെ ഓരോരുത്തരുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് mentorship and accountability. And I just want to encourage everyone in our church to take part and participate in that, because to be honest, ഞാൻ actually നമ്മുടെ ചർച്ചയിൽ നിന്നല്ല. I didn't learn this from our Christian community. When I went to university, that's the first time I had heard about mentorship and an accountability partner. And in the university, university is a time, especially when everything is available to you, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. But at that time, ഞങ്ങളുടെ ക്രിസ്ത്യൻ യൂണിയൻ ഞങ്ങളെ പുഷ് ചെയ്ത ഒരു ബിഗ് കാര്യമായിരുന്നു to have a mentor and an accountability partner. And those years when I had someone like this in my life, it was the most blessed experience in my life. And especially it encouraged me. And when I came back from university and when I came back to the church, I was able to transfer some of those skills and find some mentors and accountability partners in the church. So I want to encourage each and every one of you to be a mentor and to be an accountability partner for each other. And I just want to, സമയം ഒത്തിരി ഇല്ലാത്തതുകൊണ്ട്, I just want to mention just 4 different things that we can do as part of a mentorship. And I'll speak to you at the end, what are some things that we should be looking for when we are, going about finding our mentorship partner or an accountability partner. So first, if you have your Bibles with you, turn with me to Titus chapter 2, verses 2 to 6. This is, a first great example of a mentor partner, where you have Paul, who is mentoring Titus to be the pastor, the leader of the church in, I believe it was in Crete, and in Ephesus. And he was writing chapter 2
on what needs to be done within, the church, how the connections and relationships within the church should be, coming from a pastoral side. And then one thing that that really stands out from this chapter, especially with mentorship, is in chapter 2, verses 2 to 6. But I want somebody to read out chapter 2 in there. രണ്ടാമത്തെ വാക്യം, verse 2. If someone can read that out loud, please. And impatience. When you go home, in your personal notes, this chapter, there are many things that Paul encourages the church. The relationship between an older gentleman and the young man, the older woman and the young woman in the church. And one thing that Paul stress in chapter 2 verses 1 is that we need to teach, or we need to have mentorship in accordance with the sound doctrine. നമ്മുടെ മെൻറ്റർഷിപ്പ് ഓർ നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ വെദർ നമ്മുടെ യവനക്കാരെ പഠിപ്പിക്കുന്നതും ദി അഡൾട്ട്സ് ദി ടീച്ചേഴ്സ് വാട്ട് വി സ്പീക്ക് ആൻഡ് വാട്ട് വി ഷെയർ വിത്ത് ഈച്ച് അതർ ഷുഡ് ബി ഇൻ സൗണ്ട് ഡോക്ട്രിൻ. ആൻഡ് ദർ ആർ മെനി തിങ്സ് mentioned in this verse, how we should be in that mentor as the older man, as an older woman, as a young woman, as a young man, how we should be when we are in the present, when we are a child of God. So but the biggest and the most thing is that we need to be built and rooted in the word of God. Either mentorship or either oru advice or what we do, everything that we do should be rooted and built in the word of God. And the second thing is that as part of the accordance with the sound doctrine, as older gentlemen to the young man, as older women to the young woman, you should be an example. നമ്മുടെ മെൻറ്റർഷിപ്പിൽ അതാണ് കാണേണ്ടത്. എസ്പെഷ്യലി ഇൻ ദിസ് വേൾഡ് ഇപ്പോഴത്തെ ഈ ഓൺലൈൻ സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒത്തിരി യൗവനക്കാർ, all of these young men, there are a lot of things being shared to them about what is the right way to be living their life, and this gives them the wrong idea, whether it's young woman or young man. But within our churches, our older ladies and gentlemen should be mentoring our young women and young men on how to grow up in the church and within the community of God. So set an example, be in accordance with the sound doctrine. That's number 1. Number 2 is, if you go to the book of 1 Samuel chapter 3, and there we see another mentorship that happens, and that is between the prophet or the priest Eli and his mentee, who is Samuel. And here the biggest point is that it's in recognition of God's voice. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഒരു മെൻറ്റർഷിപ്പ് ആയിരുന്നു. Eli, Samuel, he was going through this thing in his life where he kept hearing these things, but Eli, he understood what Samuel was going through, right? He understood that this was God's voice. ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ് ശമൂവേലിനോട് സംസാരിക്കുന്നതെന്ന് ഈലായ്ക്ക് മനസ്സിലാകാനുള്ള ഒരു വിവേകം ഈലായുടെ ജീവിതത്തിലുണ്ടായിരുന്നു, ഏലി പുരോഹിതന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. So it's very important as we lead in mentorship and accountability partner, we need to have the importance of hearing God's voice. We need to recognize God's ways, God's works within the relationships and the friendships that we have with each other. And the third mentorship I want to show you is in the book of Ruth. And this is between a mother and a daughter-in-law, that is Naomi and Ruth. And what I want to show you from this is that every mentorship or ella accountability, journey with each other will have an up and a down. Okay? എപ്പോഴും നല്ല കാലത്തുള്ള ഒരു മെൻറ്റർഷിപ്പ് അല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. We should still be mentoring others even when they are going through the downs. If you look through Naomi and Ruth's life, Naomi instructed Ruth
in each of the things that she should take, in all of her steps. And Ruth stuck with Naomi even when there was death in the family, there was famine in the land. ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഒരു നിമിഷം പോലും നല്ല കാര്യത്തിൽ മാത്രമല്ല നയോമി രൂത്തും ഒരുമിച്ച് നിന്നത്. They stuck together in their good and in the bad. So the mentorship that we have with our fellow brothers and sisters, with our elders, it is not just for the good times, but it is for the downs as well. It's there through death, it's there through changes, through moves, through family life, advice, through support. If I ask each and every one of you, I'm sure ningada jeevithathil you may have had people, older or younger people who have there to support you when you were the most down. Ningale ettavum ഒരു നിലത്ത് ഒരു നല്ല വാക്കിൽ അല്ലെങ്കിൽ ഒരു വാക്ക് പറയാതെ ജസ്റ്റ് ഒരു ഷേക്ക് ഹാൻഡിൽ അല്ലെങ്കിൽ ഒരു ഹഗ്ഗിൽ people were able to encourage you in that moment. So mentorship is not just for the good time, but it's for the ups and down. And the final mentorship or the final mentor group I want to show to you is in 1 Samuel chapter 18 and chapter 20, and this is the mentorship between David and Jonathan. And in this mentorship, it's a very different kind of, it is a friendship wonder, but this is more of like, it is a more on accountability relationship that we see there. They pointed out, or they pointed out in the right and in the wrong. If you look at the life of David and Jonathan, we see that David comes up to Jonathan and says, why is your dad pursuing? Rather than just holding back from Jonathan, David decided to, in love, in respect, he decided to confront his friend, right? He decided to have someone to hold him accountable at that time. Just because Jonathan's dad was the king, that didn't hold back Jonathan or David from, building each other up. They were there. They were accountable for each other because they were one in spirit and they were one in love. They had trust and protection, and they understood, the wrong that was being falsely said, and they stood for the right. And so in our life, when we are going through choosing, or when we want to have these mentorships and these accountabilities, partners in our life, we should be ready to out of love and respect to correct each other. That is part of the New Testament thing that God has given us, because the word that he gave to us is for correction, is for rebuking, is for disciplining, but is to help us to grow. So these 4 things I want you to remember as you start your journey with mentorship and with accountability. ആദ്യമായിട്ട് in accordance with the sound doctrine, ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം it should be rooted. Second, it should be rooted with the recognition of God's voice and words. Third, it should be in the ups and downs. And finally, you should be ready to point out the right and the wrong within your partner. And I just want to conclude with few things, or few tips that you can do if you want. I don't want to say if. I think everyone should have a mentor, and everyone should have an accountability partner. And some things to look out about it is, number 1, and the most important, is to pray about it. Pray to God, I want to have a mentorship partner in my life. I want to have someone who I can share my something that I'm going through in my life. And the second thing I want you to look out for is that make sure it is not someone in your own family. Okay, so the bond that we have with our parents and stuff, this is quite different to that. So this is, you want a neutral person. So make sure it's not in the same family, and make sure it is the same sex. So, and the ladies going to an older lady, gentleman going to an older gentleman. Okay, we should not have, like, our mentorship should be focused on the same sex. And finally, and we should do is we should approach the person and discuss. So for example, this is just an example. So if, for example, Christine, decides, she wants me to be her mentor. So
one day, whenever you pray about it and God gives you the guidance, go up to that person and approach them. Discuss, ask them, I've been praying for a mentor, and God has pointed me to you. Can we talk about this? Can we pray about it? See if this is the right way. And then the final thing is to start and continue that relationship. Mentorship is very important. Yeah, accountability is very important, especially in this world, because one thing that that I'm seeing is that if we don't have a mentor or an accountability in the church, then the next is the world. Rather than നമ്മൾ ലോകത്തിലോട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് പകരം നമുക്ക് നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. Because that is where the truth is. That is where our fellowship should be. It should be within the community, within the church, within the family that God has given to us. So I encourage you to pray about this and to start thinking about this in your personal life. A mentor could be an uncle or auntie, chechi, achichan. It could be the pastors. It could be anyone. But pray about it, and and let this be a start of a great growth and a relationship that you have with God, and that helps you to grow with God. Amen. May God bless you with this word. Thank you, Prissy, for that wonderful and thoughtful message. May God continue to guide you and use you. Greetings in the majestic name of Lord Jesus Christ. I hope you all know what a special day today is. It's Mother's Day. And I wish every mother here a very happy Mother's Day. I think... It's a special day today. I hope you all have called up your moms to honor them, just a thoughtful message for them, because of all the things that they have done to nurture us. They have prayed for us, they've guided us all throughout, they've sacrificed a lot for us. And for all the new mothers here, I think you guys are doing a wonderful job, me including. It's been a very wonderful year for me. Being a mother, it's been a blessing. It amazes me so much to know that how much love that our heart can hold and we can give. Every day I think that, if I can love my daughter so much, how much our God is loving us, right? And how much sacrifices that we are doing for her. Imagine what our Father has done for us. There's no love that can compare our Father's love. I am really, really grateful for my two mothers who has sacrificed so much. Even now they have come here and they have given up so much in back in home and come here to take care of us. And of course, I couldn't have done it without my husband. Today, as we go back, if you have not wished your mothers, please do wish them. Make it a special day for them. And once again, I wish all the mothers here a very happy Mother's Day. Thank you. നല്ലൊരു യൂത്ത് മീറ്റിംഗ് കർത്താവ് നമുക്ക് തന്നല്ലോ. നല്ല ഒരു ആരാധന കർത്താവ് തന്നല്ലോ. നല്ല ഒരു ജീവിതം കർത്താവ് നമുക്ക് തന്നല്ലോ. ഈ രാജ്യത്തിൽ കടന്നു വരുവാൻ ഇത്രത്തോളം ആയിരിക്കാനെല്ലാം ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. വീണ്ടും കർത്താവ് എത്രത്തോളം ഈ നാളുകളിൽ നമ്മെ ഇവിടെ ആയിരിക്കുന്നു അതിനനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവിൻ്റെ വരവിൽ പ്രത്യക്ഷമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മെ കൃപ ചെയ്യുമാറാകട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. നമ്മളാരും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കൈവിടപ്പെട്ടു പോകാൻ ഇടയാകാതെ വണ്ണം ദൈവമേ എന്നെ സൂക്ഷിക്കണമേ, എന്നെ പരിപാലിക്കണമേ. നിത്യ ജീവൻ്റെ മൊഴികൾ കേൾക്കുമ്പോൾ അത് അനുസരിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഓസ്ട്രേലിയ പെർത്തിൽ ഒരു ബീച്ചിൽ ഒരമ്മയും 2 മക്കളുമായി കുളിക്കുവാനായിട്ട് പോയി. വളരെ ആസ്വദിച്ചുകൊണ്ട് അവർ ആ ബീച്ചിലായിരിക്കുമ്പോൾ പെട്ടെന്ന് അവരെ തിരയെടുത്തുകൊണ്ട് ആഴക്കടലിലേക്ക് കൊണ്ടുപോയി. ആ അമ്മയും മക്കളും കടന്ന് നിലവിളിക്കുകയാണ്. രക്ഷപ്പെടുത്തുവാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അമ്മ തൻ്റെ മൂത്ത മകനോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും നീന്തി അക്കരയ്ക്ക് പോയിട്ട് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുവാനായിട്ട്. എന്നാൽ ആ പൈതൽ ചെറുപ്പമായിരുന്നു, അതിന് നീന്തുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ആ കടലിൽ അകൽപ്പെട്ടുവെങ്കിലും
അവൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ദൈവത്തെപ്പറ്റി ചിന്ത വന്നു. ദൈവത്തെ അവൻ ഓർക്കുവാനിടയായി തീർന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തോന്നുന്നു, കർത്താവേ, എൻ്റെ അമ്മയും പൈതങ്ങളും ഞങ്ങളെല്ലാം നശിക്കുവാൻ പോകുകയാണ്, ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ആ പൈതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശക്തി ആ പൈതലിന് മേൽ കൊടുത്ത് ആ പൈതൽ നീന്തുവാൻ തുടങ്ങി. അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പെട്ടെന്ന് ദൈവീയ വചനത്തെപ്പറ്റി ഓർമ്മ വന്നു. കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, എനിക്ക് സ്നാനപ്പെടുവാൻ കഴിയത്തില്ല, എൻ്റെ ആയുസ് എനിക്ക് മടക്കി തന്നാൽ ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കോളാം എന്ന് അവൻ ദൈവസേനയിൽ ആ മരണത്തിന് താഴ്വരയിൽ സമർപ്പിക്കുവാനിടയായി. ആ പൈതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ വറവിൽ ആ പൈതൽ നീന്തി അക്കരെ പറ്റി. പെട്ടെന്ന് അവൻ ഫയർ ആളുകളെ കാണുവാനിടയായിത്തീർന്നു. സേഫ്റ്റി ആളുകളെ വിളിച്ചു പറഞ്ഞു, എൻ്റെ അമ്മയും പൈതലും ആ കടലിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിട്ടാണ് അവരെ രക്ഷപ്പെടുത്തണം നിലവിളിച്ചപ്പോൾ പെട്ടെന്ന് ഹെലികോപ്റ്റർ അയച്ച് അവരെ രക്ഷപ്പെടുത്തി. എന്നിട്ട് അവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു, ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് ഈ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ഹെൻസിൽ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങയുടെ നാമത്തിന് മഹത്വം കരയേറ്റുവാൻ നൽകുന്ന ഈ നല്ല സാവകാശനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. അവിടുന്ന് കൂട്ടിവിടുത്തിയ വിലപ്പെട്ട ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനം ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. താവിൻ്റെ സന്നിധിയിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ നൽകി തന്ന ഈ സാവകാശനായി വീണ്ടും സ്തുതിക്കുന്നപ്പ. വാസ്തവമായി തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചിരിക്കുകയാൽ സ്തോത്രം. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. വചനധ്യാനത്തിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോട് പറ്റിയിരിപ്പാൻ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും തണുത്തു പോകാതെ അങ്ങയുടെ എരിവുള്ള ഭക്തന്മാരായി നിലനിൽക്കേണ്ടതിന് അങ്ങയുടെ വചനത്തിൽ വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ആഴ്ച കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇമ്മാനുവേലിന്റെ ചിറകടിയിൽ സ്വസ്ഥമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. മാനസാലിയുടയ മഹോന്നത പാരനെ വന്ദനം നിനക്കാമേൻ. മാനസാലിയുടയ മഹോന്നത പാരനെ വന്ദനം നിനക്കാമേൻ. പിതാവായ ദൈവത്തെ സ്നേഹവും ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും പ്രവർത്തനവും കർത്താവിന് രണ്ടാമത്തവരെയും എപ്പോഴുണ്ടായിരിക്കുമാറാകട്ടെ. കൃഷ്ണൻ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. പ്രിയ നമ്മുടെ